ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉപജീവനത്തിനും ധനസമ്പാദനത്തിനുമപ്പുറം വൈദ്യശാസ്ത്ര മേഖലയിൽ എത്തിക്സ് അഥവാ വൈദ്യധർമ്മം എന്നൊന്നില്ലേ? സർക്കാർ ഡോക്ടർമാരെ അവരുടെ സ്വകാര്യ പ്രാക്ടീസ് സ്ഥലത്ത് പോയി കാണുകയും കാണിക്ക വെക്കുകയും ചെയ്തില്ലെങ്കിൽ ചികിത്സ ലഭിക്കില്ലേ? കട്ടിപ്പാറ വള്ളുവർക്കുന്ന് ആദിവാസി കോളനിയിലെ സ്ത്രീയും കുഞ്ഞും മരിക്കാനിടയായ സംഭവം വീണ്ടും ഇത്തരമൊരു ചർച്ചയിലേക്ക് വഴി തുറക്കുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഗുണഭോക്താക്കളിൽ വിവരങ്ങൾ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ. പട്ടികജാതി വർഗ്ഗക്കാർക്കായി നടത്തിയ അദാലത്ത് നിർത്തിവച്ചു. അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ CPIയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും. പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ബേപ്പൂർ മണി അന്തരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഗുണഭോക്താക്കളിൽ വിവരങ്ങൾ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ. കേരള സർക്കാർ പട്ടികജാതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അദാലത്തും ആനുകൂല്യ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ അദാലത്തും ആനുകൂല്യ വിതരണവും നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മന്ത്രി AP അനിൽകുമാർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വർഗ്ഗക്കാരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പരാതികൾ വരാം, പരിഹരിക്കാൻ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന പരമാവധി പരിഹരിക്കാം. അപ്പോൾ ഇതിനകത്ത് വേണ്ടത്ര ഒരു കമ്മ്യൂണിക്കേഷൻ താഴേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് എല്ലാവരും പറഞ്ഞത്. കാരണം ആളുകൾ കൂടുതൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ 2-ാം തീയതി ഒരു സംവിധാനം ജില്ലാ കളക്ടർ കൂടുതൽ പരാതികൾ നേരിട്ട് സ്വീകരിക്കും. എനിക്ക് 2-ാം തീയതി ഒരു പ്രോഗ്രാമുള്ള ജില്ലാ കളക്ടർ ഉണ്ടായിരിക്കും, MP ഉണ്ടായിരിക്കും, ഒരു ജനപ്രതിനിധികളുണ്ടാവും. അവർ പരാതികൾ സ്വീകരിക്കും കളക്ടറേറ്റിൽ. എന്നിട്ട് അത് ഗവൺമെന്റ് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇത് നമുക്ക് ഗവൺമെന്റിന്റെ പരിമിതിക്കകത്ത് വന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പരിഹരിക്കാനുള്ള നടപടി അദാലത്ത് നിന്ന് വരുന്ന പരാതികളിലുണ്ടാവും. ഇന്ന് ലഭ്യമായിട്ടുള്ള പരാതികൾക്ക് പരമാവധി പരിഹാരം ഉണ്ടാക്കും. തുടർന്ന് 13 പേർക്ക് 2 ലക്ഷം രൂപ ചികിത്സാ ധനസഹായം മന്ത്രി വിതരണം ചെയ്തു. വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രി കേൾക്കുകയും തുടർ നടപടികൾക്കായി കലക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാർച്ച് 2-ന് കലക്ടറുടെ നേതൃത്വത്തിൽ പരാതി പരിഹാരത്തിനായി വീണ്ടും അദാലത്ത് സംഘടിപ്പിക്കും. MK രാഘവൻ MP, കലക്ടർ CA ലത, പട്ടികജാതി ഉപദേശക സമിതി അംഗം VT സുരേന്ദ്രൻ, അട്രോസിറ്റി കമ്മിറ്റി അംഗം KV സുബ്രഹ്മണ്യൻ, DD PV മുരളീധരൻ, MP സജിത്, അരവിന്ദാക്ഷൻ, PT ജനാർദ്ദനൻ എന്നിവർ അദാലത്തിൽ സംബന്ധിച്ചു. UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് MK രാഘവൻ MP. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പ്രതിനിധി സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 35-ാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ആശയകരമായ കഴിവുകൾ നൽകാൻ സംഘടനയ്ക്ക് സാധിക്കണമെന്നും MP കൂട്ടിച്ചേർത്തു. സമൂഹം എന്നും ആദരിക്കുന്നു ഒരു വിഭാഗം അധ്യാപക വിഭാഗമാണ്. അതിന് പ്രത്യേക പവിത്രതയുണ്ട് ആ ദൗത്യത്തിന്, ആ കർമ്മത്തിന്. KSTU ജില്ലാ പ്രസിഡന്റ് CP ചെറിയ മുഹമ്മദ്, സെക്രട്ടറി K സൈനുദ്ദീൻ, CK അഹമ്മദ് കുട്ടി, ബഷീർ ചെറിയാണ്ടി, KT അബ്ദുറഹിമാൻ, E ഉമ്മർ മാസ്റ്റർ, TK അഹമ്മദ്, കള്ളീൽ മുഹമ്മദ്, ഹമീദ് കൊസത്ത്, AC അദാഉള്ള എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ അധ്യാപകരുടെ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. ഇതോടെ 3 ദിവസങ്ങളായി നടന്നുവരുന്ന KSTU സമ്മേളനത്തിന് സമാപനമായി.
പ്രസിദ്ധ സിനിമാ സംവിധായകനും ക്യാമറമാനുമായ ബേപ്പൂർ മണി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം സ്വവസതിയിലായിരുന്നു അന്ത്യം. കരിപുരണ്ട ജീവിതം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര ക്യാമറമാനായാണ് ബേപ്പൂർ മണി ചലച്ചിത്ര ലോകത്തെത്തിയത്. പ്രസിദ്ധ സിനിമാ സംവിധായകനും ക്യാമറമാനുമായ ബേപ്പൂർ മണി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കരിപുരണ്ട ജീവിതം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര ക്യാമറമാനായി സിനിമാ ജീവിതം ആരംഭിച്ച ബേപ്പൂർ മണി മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. ഒട്ടനവധി പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള മണി പാട്ടുകാരനായും ഗിറ്റാറിസ്റ്റുമായാണ് കലാജീവിതം ആരംഭിച്ചത്. തുടർന്ന് സ്റ്റിൽ ക്യാമറമാനായി മാറിയതിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. ഇളനീർ, പടിപ്പുര, സ്വർണ്ണ വിഗ്രഹം, കുതിരക്കളം, ഡാലിയ പൂക്കൾ, ശാരദാലയം, അഷ്ടലക്ഷ്മി തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളുടെ സംവിധായകർക്കൊപ്പം ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. 1997 മോക്ഷം എന്ന കുട്ടികളുടെ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അന്ന് ഗുഡ് ഫ്രൈഡേ എന്നീ സിനിമകൾ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്തു. സാവിത്രിയാണ് ഭാര്യ, സൗമ്യ മകളും, ശ്രീജൻ മകനുമാണ്. സംസ്കാരം ഗോദീശ്വരം ശ്മശാനത്തിൽ നടന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കേരള കേബിൾ TV ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് സാമൂതിരിയൻസ് റോഡിൽ സലീം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. KCF സംസ്ഥാന പ്രസിഡന്റ് E. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളി, സംസ്ഥാന സെക്രട്ടറി A. ശ്രീനിവാസൻ, ട്രഷറർ EP സന്തോഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് സലീം KP, സെക്രട്ടറി V. മധുസൂദനൻ, ജില്ലാ ട്രഷറർ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. CPIയുടെ ആഭിമുഖ്യത്തിൽ വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ താലൂക്ക് അടിസ്ഥാനത്തിൽ മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട് DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സത്യൻ മൊഹേരി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ CPI ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. കോഴിക്കോട് നടന്ന മാർച്ച് മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച് DD ഓഫീസിന് മുൻപിൽ സമാപിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സത്യൻ മൊഹേരി ഉദ്ഘാടനം ചെയ്തു. പൊതുവിതരണം സമുദായത്തിലൂടെ ലഭ്യമാക്കാമെന്നുള്ളത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള, കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള. KG പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. P. ഗവാസ്, MKM കുട്ടി, PK നാസർ, റീന മുണ്ടേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. വടകര താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് സംസ്ഥാന കൌൺസിൽ അംഗം EK വിജയൻ MLAയും, പേരാമ്പ്ര സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി IV ശശാങ്കരും ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരിയിൽ നടന്ന മാർച്ച് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി M. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടി താലൂക്ക് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M. മൊയ്തു ഉദ്ഘാടനം ചെയ്തു. ശമ്പള കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുക, ചെയർമാനെ പുറത്താക്കുക, പിൻവാതിലിലൂടെ എല്ലാ ജീവനക്കാർക്കും പങ്കാളിത്ത പെൻഷൻ ബാധകമാക്കാനുള്ള എക്സ്റ്റനേഷൻ, ഡിസ്ചാർജ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, 2013 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് നിർവചിക്കപ്പെട്ട പെൻഷൻ ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M. മൊയ്തു ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ തന്നെ കോൺഗ്രസ് ആണ് UDF സംവിധാനമാണ് കേരളത്തെ അതിനകത്ത് കാണാൻ കഴിയും. അതിന് ശക്തമായ വക്താവാണ് ഇത് നാട് മുഴുവൻ ഓടി നടന്ന് ഇത്തരത്തിലുള്ള ജനസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി. എന്നൊക്കെ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജീവനക്കാർക്ക് അധ്യാപകർക്കും ഉണ്ടായിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുള്ള മഹാനായ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KT ബാലകൃഷ്ണൻ മാസ്റ്റർ, AKGCT ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ, പടിക്കൽ രാജൻ, VP രാജലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Gold and Diamonds.
വാർത്തകൾ തുടരുന്നു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നെത്തിയ വിഷ്ണു, അച്യുതൻ, കേശവൻകുട്ടി എന്നീ ഗജവീരന്മാർക്കാണ് ഭക്തജനങ്ങൾ ഇഷ്ടവിഭവങ്ങൾ നൽകി ഊട്ടിയത്. പഴം, വെള്ളരി, തണ്ണിമത്തൻ, ഉരുളികളിൽ വലിയ ചോറുരുളകൾ തുടങ്ങി വിഭവങ്ങൾ ഏറെ. ആദ്യം കണ്ടപ്പോൾ വിഷ്ണുവിനും കേശവൻകുട്ടിക്കും അച്യുതനും കണ്ണുകളൊന്നു തള്ളി. ഒപ്പം നാവിൽ കൊതിയൂറി. പിന്നെയെല്ലാം വലിയ വായ്ക്കകത്തേക്ക്. ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രാങ്കണത്തിൽ നടന്ന ആനയൂട്ടിലാണ് ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട്ടെ അമ്പലമുറ്റത്തെത്തിയ വിഷ്ണു, കേശവൻകുട്ടി, അച്യുതൻ എന്നീ ഗജവീരന്മാർക്ക് ഭക്തർ ആനയൂട്ട് നടത്തിയത്. ക്ഷേത്രം മുഴുവനും ഗജവീരന്മാർക്കുള്ള ഇഷ്ടവിഭവങ്ങളായിരുന്നു. തലയാട്ടി തുമ്പിക്കൈകളിലും വായിലും ഒതുക്കി ഭക്തരുടെ കൈകളിൽ നിന്നും ഭക്ഷണ വിഭവങ്ങളെല്ലാം കരസ്ഥമാക്കി. പിന്നെയെല്ലാം വയറിലേക്ക്. പിന്നീട് വയറു നിറഞ്ഞതിന്റെ സന്തോഷവും നൽകിയതിന്റെ സന്തോഷത്തിൽ ഭക്തരും. ശ്രീകണ്ഠേശ്വരം പുതിയ മേൽശാന്തി ഷിബു ശാന്തി ആനയൂട്ട് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് കാരപ്പറമ്പ് പ്രാദേശിക കമ്മിറ്റി ആഘോഷവരവ് നടത്തി. എരഞ്ഞിപ്പാലം PHD റോഡിൽ നിന്ന് ആരംഭിച്ചു. വാഴത്തിരുത്തി, പാലാട്ട് പരദേവത ക്ഷേത്രം, എരഞ്ഞിപ്പാലം, നടക്കാവ്, മാനാഞ്ചിറ വഴി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, താലപ്പൊലി, കരകയാട്ടം, കാവിടിയാട്ടം, ശിങ്കാരിമേളം, ശിവപാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുകുട തുടങ്ങിയവ അണിനിരന്നു. ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് KT ജനാർദ്ദനൻ, ദിനേശൻ പാണർക്കണ്ടി, കനകരാജൻ കാവിലാടത്ത്, പുത്രോടത്ത് ജയരാജൻ, മുരളി മലക്കൽ, അമ്പലപ്പറമ്പിൽ ശ്രീനിവാസൻ, ആണ്ടിക്കുട്ടി താമരക്കുളം, TA അശോകൻ, സോമൻ, PM പ്രേമരാജൻ, കുണ്ടൂർ പ്രകാശൻ, KV പ്രദീപ്, കുണ്ടൂർ ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടിപ്പാറ പഞ്ചായത്തിലെ ചമൽ വള്ളുവർക്കുന്ന് ആദിവാസി കോളനിയിലെ അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവത്തിൽ ഉത്തരവാദപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ബുധനാഴ്ച ബഹുജന മാർച്ച് നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 13-ാം തീയതിയാണ് താമരശ്ശേരിക്കടുത്ത ചമൽ വള്ളുവർക്കുന്ന് ആദിവാസി കോളനിയിലെ അമ്മിണിയും കുഞ്ഞും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടത്. പ്രസവത്തിനിടെയായിരുന്നു മരണം. അമ്മിണിയെ ആദ്യം ചികിത്സിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമില്ലായ്മയും പണക്കൊതിയുമാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ അബ്ദുൾ റഷീദായിരുന്നു അമ്മിണിയെ പരിശോധിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ സ്വന്തം ക്ലിനിക്കിൽ ഫീസ് നൽകിയായിരുന്നു ആദ്യഘട്ടത്തിലെ പരിശോധനകൾ. ഫെബ്രുവരി 14-ന് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ ഇവരോട് ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ വീട്ടിൽ ചെന്ന് കാണാതിരുന്നതിനാൽ ഡോക്ടർമാർ അമ്മിണിയെ അവഗണിച്ചതായി ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നു. ഡോക്ടറെ വീട്ടിൽ പോയി കാണാതിരുന്ന ഒരു കാരണത്താല് ആശുപത്രി അധികൃതരെ വേണ്ട ശ്രദ്ധ അവർക്ക് നൽകിയില്ല. അവിടെ ചാർജുള്ള ഡോക്ടർമാരോ മറ്റ് ജീവനക്കാരോ ഇവർക്ക് വേണ്ട പരിചരണം നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റ് രോഗികളെ പരിശോധിക്കുന്ന സമയത്തും ഇവരെ തിരിഞ്ഞു നോക്കാതെ വിട്ട ഒരവസ്ഥയുണ്ടായി. ആരോഗ്യനില വഷളായതോടെ അമ്മിണിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നിന്ന് ഇവരെ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും കുഞ്ഞിനെ പുറത്തെടുത്ത ഉടനെ ഇരുവരും മരണപ്പെടുകയായിരുന്നെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ബുധനാഴ്ച ബഹുജന മാർച്ച് നടക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ശില്പവും ചീക്കിലോട് AUP സ്കൂളിലെ റീഡിംഗ് ഗേൾ ശില്പവും ഉൾപ്പെടെയായി ചിത്രകാരനായ ഗുരുകുലം ബാബു നടത്തുന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുന്നു. മാർച്ച് 2-ാം തീയതി വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഏതാനും ട്രഡീഷണൽ ശില്പങ്ങളും പോർട്രേറ്റ് ശില്പങ്ങളും അതിസൂക്ഷ്മങ്ങളായ രേഖകളും ബിന്ദുക്കളും ചേർന്ന പഞ്ചവർണ്ണങ്ങളുടെ അർത്ഥപൂർണമായ വിന്യാസത്തിലൂടെ ചുമർ ചിത്രകലയിലെ അലങ്കാര പക്ഷികളെ മാത്രം കേന്ദ്രീകരിച്ച് കാഴ്ചക്കാരന്റെ കണ്ണിലും കരളിലും ആത്മീയ സ്പർശമേകുന്ന ചിത്രങ്ങളുമായി ഗുരുകുലം ബാബുവിന്റെ ശില്പ ചിത്ര പ്രദർശനത്തിന് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ആർട്ട് ഗാലറിയിൽ എത്തുന്ന കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ശില്പങ്ങളാണ് ഗുരുകുലം ബാബു ഒരുക്കിയത്. ശിവഭഗവാന്റെയും ഗാന്ധിജിയുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും ശില്പങ്ങൾ ജീവചൈതന്യം തുടിക്കുന്നവയാണ്. അതോടൊപ്പം തന്നെ ചുമർ ചിത്രകലയെ അടിസ്ഥാനമാക്കി ഏതാനും പക്ഷികളുടെ ചിത്രങ്ങളും ഈ പ്രദർശനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. ചുമർ ചിത്രകലയിലുള്ള താല്പര്യവും ശില്പകലയിലുള്ള താല്പര്യവും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുക, കലാഹൃദയമുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ പ്രദർശനം ഞാൻ ഇവിടെ ആരംഭിച്ചത്. വേദാന്തങ്ങൾ മുതൽ നിലവിലെ പക്ഷികളുടെ ചിത്രങ്ങൾ വരെ ബാബുവിന്റെ പ്രദർശനത്തിലുണ്ട്. മാർച്ച് 2-ാം തീയതി പ്രദർശനം സമാപിക്കും.
പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊയിലാണ്ടി സ്വദേശി കെ ജയേഷ് വരച്ച ചിത്രങ്ങൾ ആസ്വാദകരുടെ മനം കവരുന്നു. RLB മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിയായ കെ ജയേഷിന്റെ ചിത്ര പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. പ്രണയത്തിന്റെ അമൂർത്തഭാവം, വിരഹത്തിലലിഞ്ഞ നൊമ്പരം, ഒറ്റപ്പെടലിന്റെ വേദന, പ്രകൃതിയോടടുപ്പിക്കുന്ന പൂക്കളുടെ സൗന്ദര്യം തുടങ്ങി മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഗാഢമായ ബന്ധം ക്യാൻവാസിലൂടെ കോറിയിട്ട് കാഴ്ചക്കാരന്റെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രകാരനായ കൊയിലാണ്ടി സ്വദേശി കെ ജയേഷ്. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ചിത്രപ്രദർശനത്തിൽ പ്രകൃതി ചിത്രീകരണങ്ങളാണ് അധികവും. ഇലകൾ, സസ്യങ്ങൾ, ജീവജാലങ്ങൾ ഇവയൊക്കെ ജയേഷിന്റെ ചിത്ര വിഷയങ്ങളാണ്. ഒറ്റപ്പെടൽ, പ്രണയം, സന്തോഷം, സങ്കടം എന്നിവയെല്ലാം പ്രകൃതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണപ്പെടുന്നതാണെന്ന് ജയേഷ് തന്റെ ചിത്രങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു പട്ടാളക്കാരന്റെ പ്രണയം എന്ന ചിത്രത്തിൽ മഞ്ഞും വെയിലും മഴയും കൊണ്ട് ഓരോ ഇന്ത്യക്കാരന്റെയും ജീവൻ കാക്കുന്ന പട്ടാളക്കാരന്റെ ബൂട്ടിൽ നിന്നും മൊട്ടിടുന്ന ചെമ്പരത്തിയുടെ ചിത്രം ഓരോ ഭാരതീയന്റെയും ഇടനെഞ്ചിൽ സ്പർശിക്കുന്നതാണ്. കലാലോകത്ത് നിന്നും മറഞ്ഞുകൊണ്ടിരിക്കുന്ന വുഡ് കട്ട് എന്ന പ്രിന്റിംഗ് ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. പക്ഷികൾ, കൊയ്ത്തുകാലം, പൂക്കൾ, എഴുത്തുകാർ, സുനാമി സീരീസ്, മലയണ്ണൻ തുടങ്ങിയവയാണ് വുഡ്കട്ട് വിഭാഗത്തിലെ ചിത്രങ്ങൾ. വലിയൊരു ആശയങ്ങൾക്കോ അല്ലെ വലിയ ഒരു വിഷയങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ സാധാരണക്കാരെ പോലും ഗാലറിയിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി പ്രദർശനത്തോടൊപ്പം മനസ്സിൽ വെക്കുന്നുണ്ട്. നിറങ്ങളെ പ്രണയിച്ച് ഗ്രാമഭംഗിയുടെ കുടമാറ്റം കണ്ട് പ്രകൃതിയിൽ അലിഞ്ഞ് എഴുതി ക്യാമറ കണ്ണുകൾ തുറന്ന് ജയേഷ് തന്റേതായ അതിർവരമ്പുകളില്ലാത്ത ആകാശത്തിലൂടെ യാത്ര തുടരുകയാണ്. പ്രദർശനം ഈ മാസം 27-ാം തീയതി സമാപിക്കും. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് മുന്നോടിയായി ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. സർഗ സാംസ്കാരിക സംഗമങ്ങൾ, വിളംബര ജാഥകൾ, നാടകാവതരണങ്ങൾ, ബൈക്ക് റാലികൾ തുടങ്ങി മാർച്ചിന്റെ സമാപനവും വൻ സംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥം പുരോഗമന കലാസാഹിത്യവേദി കൊയിലാണ്ടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവ്യസായാഹ്നം സംഘടിപ്പിച്ചു. കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന കാവ്യസായാഹ്നം കവിയും സാഹിത്യകാരനുമായ പ്രൊഫസർ PP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാർക്കായി വന്നു. ഞാൻ ഒന്നും ഉരിയാടിയില്ല. ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നെ അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കായി വന്നു. ഇതിനൊരുപാട് വേർഷൻസ് ഉണ്ട്. എനിക്കറിയാവുന്ന 10 വേർഷൻസ്. കവികളായ മേലൂർ വാസുദേവൻ, സത്യചന്ദ്രൻ പൊയിൽക്കാവ്, ഷൌക്കത്ത് അലി കൊയിലാണ്ടി, മഹമ്മൂദ് മൂടാടി, ഗിരീഷ് വർമ്മ ബാലുശ്ശേരി, ഗോകുൽദാസ്, കാശി പൂക്കാട് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. P വിശ്വൻ മാസ്റ്റർ, ഗംഗാധരൻ കൂത്താളി, UK റഷീദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജനകീയ സർവീസസ് യാത്രക്കാർ രാമനാട്ടുകരയിൽ പ്രതിഷേധ ജാഥ നടത്തി. ജനോപകാരപ്രദമായ ജനകീയ സർവീസിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തിയതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായത്. രാമനാട്ടുകര കള്ളിക്കുടം ഭാഗത്തെ സമാന്തര സർവീസായ ജനകീയ സർവീസിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയാണ് ജനകീയ സർവീസ് ഉപഭോക്താക്കൾ രാമനാട്ടുകര അങ്ങാടിയിലേക്ക് പ്രതിഷേധ ജാഥ നടത്തിയത്. യാത്ര ചെയ്യാനുള്ള അവകാശം ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണെന്നും ഇതിൽ ഓട്ടോറിക്ഷക്കാർ ഇടപെടേണ്ടെന്നും സമാന്തര സർവീസ് ഉപഭോക്താക്കൾ പറഞ്ഞു. സമാന്തര സർവീസ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കള്ളിക്കുടം അങ്ങാടിയിൽ നിന്നും സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള നാട്ടുകാർ പ്രകടനം നടത്തിയത്. വീനസ് കോർണറിൽ പ്രകടനം സമാപിച്ചു. രാധാകൃഷ്ണൻ, ഗംഗാധരൻ, K സഫീർ, മുസ്തഫ, AP ബഷീർ, മാളിയക്കൽ മുഹമ്മദ്, ബാബു കളത്തിങ്കൽ, സഫറുള്ള എന്നിവർ നേതൃത്വം നൽകി. രാമനാട്ടുകരയിലെ ഓട്ടോ ഡ്രൈവർമാർ ഒന്നടങ്കം തന്നെ ഞങ്ങളെ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. വാർത്തകളിൽ ഒരിടവേള കൂടി. The handcrafted collection
by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ശ്രീഭദ്ര UP സ്കൂളിന്റെ 21ാം വാർഷികം ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം കോമ്പൗണ്ടിൽ വെച്ച് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് K. വിജയൻ ആഘോഷ പരിപാടികളിൽ അധ്യക്ഷം വഹിച്ചു. ഭാരതത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഭാരതീയ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സോപാനത്തിലേക്ക് വളരുന്ന തലമുറയെ കൈപിടിച്ചുയർത്താനും സൽസ്വഭാവം, ദേശസ്നേഹം എന്നിവ വളർത്തി ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുവാനും ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയാണ് വിദ്യാഭാരതി. ഇതിന്റെ കേരള ഘടകമായ ഭാരതീയ വിദ്യാനികേതനിൽ സംയോജിച്ചുകൊണ്ട് 21 വർഷമായി പ്രവർത്തിച്ചുവരുന്ന ബേപ്പൂർ ശ്രീഭദ്ര UP സ്കൂളിന്റെ വാർഷികാഘോഷം ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. പരിപാടിയിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് K. വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. P.K. രവിവർമ്മ, A.V. സജീവൻ, മോഹൻദാസ്, ലാലു പ്രദീപ് M, K.P. വിജയലക്ഷ്മി, വത്സലകുമാരി K എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ K.P. വിജയലക്ഷ്മി ടീച്ചർ വിതരണം ചെയ്തു. ഗസൽ ചക്രവർത്തി തലത് മഹ്മൂദിന്റെ സ്മരണയിൽ നഗരം ഗാനാഞ്ജലി അർപ്പിച്ചു. നഗരത്തിന്റെ പ്രിയ ഗസൽ ഗായകൻ ഗുലാബും സംഘവുമാണ് ടൗൺ ഹാളിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചത്. അലയൻസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൗണിന്റെ നേതൃത്വത്തിൽ തലത് മെഹമ്മൂദിന്റെ ഓർമ്മകളുണർത്തി ഗസൽ സന്ധ്യ സംഘടിപ്പിച്ചു. P.T. റഹീം MLA തലത് മെഹമ്മൂദ് നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഗാനങ്ങളിൽ അധികം എന്ന് പറഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോകുന്നവയാണ്. പക്ഷെ ഒരിക്കലും തന്നെ സൈക്കിളിന്റെയോ തലത്ത് മുഹമ്മദിന്റെയോ മുഹമ്മദ് റാഫിയുടെയോ ഗാനങ്ങൾ എക്കാലത്തും അനശ്വരമായ ഗാനങ്ങൾ തന്നെയാണ്. ഒരിക്കലും അത് നമ്മുടെ മനസ്സിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നോ അതൊരിക്കലും തന്നെ മാഞ്ഞു പോകുന്നില്ല. അത് നമ്മുടെ ഓർമ്മകൾക്ക് എന്നും പുതുപുത്തനായി നിൽക്കും. സനാഫ് പാലക്കണ്ടി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുതിർന്ന പത്രപ്രവർത്തകൻ K. അബൂബക്കർ തലത് മെഹമ്മൂദിനെ അനുസ്മരിച്ചു. ഇതിന്റെ ഭാഗമായി കോഴിക്കോടിന്റെ ഗസൽ ഗായകൻ ഗുലാബിന്റെ നേതൃത്വത്തിൽ തലതിന്റെ ഗസലുകൾ പുനരാവിഷ്കരിച്ചു. 50കളിലും 60കളിലും ഹിന്ദി സിനിമാ ഗാനശാഖയെ തരളിതമാക്കി നിരവധി ഗാനങ്ങൾ അവതരിപ്പിച്ചു. A. പ്രദീപ് കുമാർ MLA ഉപഹാരം നൽകി. തോട്ടത്തിൽ രവീന്ദ്രൻ, K. സലാം, കട്ടയാട്ട് വേണുഗോപാൽ, അശോകൻ ആലപ്രത്ത്, അഡ്വക്കേറ്റ് P. വത്സൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. ബേപ്പൂർ കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് നാരായണീയ സപ്താഹത്തിന് സമാപനമായി. കാസർകോട് ചിന്മയ മിഷനിലെ സ്വാമി തത്വാനന്ദ സരസ്വതി, ബ്രഹ്മശ്രീ മാടമന മനോജ് നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടന്നത്. സമാപന ദിനം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത സർവൈശ്വര്യ പൂജ നടന്നു. തുടർന്ന് കൽക്കുന്നത്ത് ശിവക്ഷേത്ര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജന, നൃത്തനൃത്യങ്ങൾ എന്നിവയും ക്ഷേത്രാചാരങ്ങൾ എന്ന വിഷയത്തിൽ പട്ടേരി സംജേഷ് പ്രഭാഷണവും നടത്തി. തുടർന്ന് കൽക്കുന്നത്ത് ശിവക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനമേളയും നടന്നു. ഇതോടെ ഫെബ്രുവരി 17 മുതൽ നടന്നുവന്നിരുന്ന സപ്താഹ പരിപാടികൾക്ക് സമാപനമായി. സ്പോർട്സ് വാർത്തകൾ. 36ാമത് AKG ഫുട്ബോൾ മേളയ്ക്ക് കൊയിലാണ്ടിയിൽ തുടക്കമായി. കേരളത്തിലെ പ്രമുഖ ടീമുകളും പ്രമുഖരായ കളിക്കാരും AKG ഫുട്ബോളിൽ മാറ്റുരയ്ക്കാനായി എത്തും. കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മേള K. ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. P. വിഷൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പപ്പൻസ് 44 വിജയിച്ചു. CMIFB കാലിക്കറ്റിനെയാണ് പരാജയപ്പെടുത്തിയത്. നഗരസഭാ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ, KK മുഹമ്മദ്, P. പുഷ്പ, K. ഭരതൻ, മുൻ സർവീസസ് താരം കുഞ്ഞിക്കണാരൻ, V. സുന്ദരൻ, K. സത്യൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com
UDF ജില്ലാ കൺവെൻഷൻ മാർച്ച് 1 ശനിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, UDF സംസ്ഥാന കൺവീനർ PP തങ്കച്ചൻ, ധനകാര്യമന്ത്രി KM മാണി, MP വീരേന്ദ്രകുമാർ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ MLA, MK രാഘവൻ MP, MI ഷാനവാസ് MP, R ബാലകൃഷ്ണപിള്ള, CP ജോൺ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് UDF ജില്ലാ കമ്മിറ്റി കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത്. സംസ്ഥാന കുടുംബശ്രീ മിഷനും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരളയും അഭയം ചേമഞ്ചേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാരാപ്ലീജിയ രോഗികൾക്കുള്ള തൊഴിൽ പരിശീലന ക്യാമ്പ് പാലിയം 2014 സംഘടിപ്പിച്ചു. തൂവക്കോട് അഭയം പാലിയേറ്റീവ് കെയർ സെന്ററിൽ 30 രോഗികൾക്ക് സോപ്പ് നിർമ്മാണം, പെനോയിൽ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകി. കോർഡിനേറ്റർ LM ദാവൂദ്, IOBC തൊഴിൽ പരിശീലന തൊഴിൽ പുനരധിവാസ കമ്മിറ്റി കൺവീനർ MG പ്രവീൺകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കേരള വിധവാ സംഘത്തിന്റെ പ്രഥമ ജില്ലാ സമ്മേളനം മാർച്ച് 6 രാവിലെ 10 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിധവകളുടെ പുനരധിവാസവും ജീവിത സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് അടിയന്തരമായി നിയമനിർമ്മാണം കൊണ്ടുവരിക, വിധവാ ക്ഷേമ വികസന കോർപ്പറേഷൻ രൂപീകരിക്കുക, എല്ലാ വിധവാ കുടുംബങ്ങളെയും BPL കുടുംബങ്ങളായി മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിക്കും. രാജ്യത്തെ പ്രമുഖ സിൽക്ക് ഉൽപാദകരും പട്ടുസാരി നെയ്ത്ത് സംഘങ്ങളും അണിനിരക്കുന്ന സിൽക്ക് പ്രദർശന വിപണനമേള സിൽക്ക് ഇന്ത്യ 2014 ബുധനാഴ്ച കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ നടക്കും. പരിശുദ്ധമായ സിൽക്ക് ഉൽപ്പന്നങ്ങളുമായി വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 40-ൽ പരം സ്റ്റാളുകളാണ് മേളയിൽ പങ്കെടുക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേള മാർച്ച് 2 വരെ തുടരും. ദേവസ്വം ബോർഡുകളിലെയും ക്ഷേത്രങ്ങളിലെയും നിയമനങ്ങളിൽ NSSന്റെയും SNDPയുടെയും സമുദായങ്ങളെ മാത്രം തെരഞ്ഞെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. ദേവനെപ്പറ്റിയോ ദേവസ്വത്തെപ്പറ്റിയോ അറിയാത്തവർ കമ്മിറ്റികളിൽ കയറിക്കൂടുന്നത് ദൈവഹിതത്തിനെതിരാണ്. ബോർഡുകളിൽ അംഗങ്ങളാവാൻ പണം വാങ്ങുന്നുവെന്ന വാർത്തകൾ ലജ്ജിപ്പിക്കുന്നതാണെന്നും സംസ്ഥാന പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുണഭോക്താക്കളിൽ വിവരങ്ങൾ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ. പട്ടികജാതി വർഗ്ഗക്കാർക്കായി നടത്തിയ അദാലത്ത് നിർത്തിവച്ചു. അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ CPIയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും. പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ബേപ്പൂർ മണി അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.